മലയാളികൾക്ക് ഓണസമ്മാനമായി പുത്തൻ ബസ്സുകൾ ഇറക്കാൻ KSRTC. AC-യും സ്ലീപ്പറും സ്ലീപ്പർ കം സീറ്ററും അടക്കമുള്ള ബസ്സുകൾ 2 മാസത്തിനുള്ളിലെത്തും. 6 വർഷങ്ങൾക്ക് ശേഷം KSRTCക്ക് വേണ്ടി കൂടി ബസ് വാങ്ങുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. പുതിയ ബസ്സുകളെല്ലാം ഡീസൽ ബസ്സുകളാണ്. ഐഷർ കമ്പനിയുടെ 4 സിലിണ്ടർ നോൺ AC ബസ് 25 എണ്ണം വാങ്ങും. ഓർഡിനറി സർവീസിനായുള്ള ഈ 9 മീറ്റർ നീളമുള്ള ബസ്സിൽ 30 സീറ്റുണ്ട്. ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് സർവീസിനായി ടാറ്റയുടെ 11 മീറ്റർ നീളമുള്ള 6 സിലിണ്ടർ നോൺ AC ബസ് 60 എണ്ണം എത്തും. 50 സീറ്റാണ് ബസ്സിലുള്ളത്. ഇതേ ശ്രേണിയിലുള്ള 20 ബസ്സുകൾ ഫാസ്റ്റ് പാസഞ്ചർ സർവീസിനായും വാങ്ങുന്നുണ്ട്. ഹ്രസ്വദൂര ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന് ലൈലാൻഡിന്റെ 4 സിലിണ്ടർ നോൺ AC ബസ്സും വരുന്നുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 39 സീറ്റ്. ഇനിയുള്ളത് AC ബസ്സുകളാണ്. ലൈലാൻഡ് കമ്പനിയുടെ 36 സീറ്റുള്ള AC സ്ലീപ്പർ ബസ് 8 എണ്ണം, 51 സീറ്റുള്ള AC സീറ്റർ 8 എണ്ണം, 18 ബർത്തും 36 സീറ്റുമുള്ള AC സ്ലീപ്പർ കം സീറ്റർ ബസ് 10 എണ്ണവും വാങ്ങും. പ്രീമിയം സൂപ്പർ ഫാസ്റ്റായി സർവീസ് നടത്താൻ 40 സീറ്റുള്ള 10 AC സീറ്റർ ബസ്സും ഉടനെത്തും. കഴിഞ്ഞ ദിവസം 2 ബസ്സുകൾ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും. ബസ് ഓടിച്ചു നോക്കി ഡിസൈനിലടക്കം ചില മാറ്റങ്ങൾ വരുത്താൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.